പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 212 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം പഠിക്കുവാൻ പോകുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന 2 കൊരിന്ത്യർ 5:17-18 തിരുവചന ഭാഗങ്ങൾ. സഭയിൽ ശുശ്രൂഷകൾ പലവിധമുണ്ട്. വചന ശുശ്രൂഷ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണം, രോഗികളുടെ ശുശ്രൂഷ, സഭയിലെ വിധവമാരുടെ ശുശ്രൂഷ എന്നിങ്ങനെ പലതും ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം നിരപ്പിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാകുന്നു. സാത്താന്റെ തന്ത്രത്തിൽ കുടുങ്ങി ദൈവ കൽപ്പന ലംഘിക്കുക വഴി ആദാമ്യവർഗം മരണത്തിന് അടിമകളായി, അതായത് ദൈവീയ കൂട്ടായ്മയിൽ നിന്ന് സ്വയം വേർപെട്ടുപോയി. ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവും പുത്രനിലൂടെ വെളിവാക്കപ്പെട്ടു. യേശു ക്രിസ്തു ഈ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കി ക്രൂസിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുഭാഗത്തെയും ദൈവത്തോട് നിരപ്പാക്കി പിതാവിങ്കിലേക്ക് പ്രവേശനം തന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14-18 വരെയുള്ള വേദഭാഗങ്ങൾ ഈ കാര്യങ്ങൾ സാക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂസിന്മേൽ വെച്ച്, അതായത് കർത്താവ് താൻ ക്രൂസിൽ നിർവഹിച്ച പരമയാഗം ആണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഇത് തന്നെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് അറിയപ്പെടുന്നു. ഈ പുരോഹിത ശുശ്രൂഷ താൻ സഭയെ ശിഷ്യന്മാർ വഴി ഫലമേൽപ്പിക്കുകയും ചെയ്തു. നിരപ്പിന്റെ ശുശ്രൂഷ സഭയിൽ ഇന്നും പൗരോഹിത്യ ശുശ്രൂഷയായി നിലനിൽക്കുന്നു. പെന്തക്കോസ്ത് കൾട്ടുകൾ ഉപേക്ഷിച്ചതും തള്ളി പറയുന്നതുമായ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ 2-ാം വരവ് വരെ സഭയിൽ തുടരുവാൻ അത്രേ കർത്തൃകൽപ്പന. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി പുതിയ ഉടമ്പടിയായി പുതിയ ഇസ്രായേലായ സഭയ്ക്ക് സമാധാന സ്തോത്രയാഗമായി നൽകപ്പെട്ടതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഇത് വിശുദ്ധ കുർബാനയാകുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന പ്രഖ്യാപനം ഈ സത്യത്തെയാണ് വെളിവാക്കുന്നത്. എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.